ഹൗ ആർ യു ഫ്രണ്ട്സ്? റൈന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിത്തന്നത് വെള്ളക്കാരിൽ നിന്ന് ഒരുപാട് കൂടുതൽ ശേഷം നമ്മൾ ഒരുപാട് മഹാന്മാരും രക്തസാക്ഷിയും പൊരുതിയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതുപോലെ തന്നെയാണ് ഈ കേരളത്തേക്ക് വന്ന നവോത്ഥാനം. അതുപോലെ തന്നെ ഒരുപാട് ജാതി മത വ്യവസ്ഥകൾക്ക് ഒരുപാട് മഹാന്മാരെ കയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, അങ്ങനെ ഒരുപാട് പേര് പ്രയത്നിച്ചതുകൊണ്ടാണ് ഒരുവിധം ജാതിയിൽ നമുക്കൊക്കെ പുറത്തിറങ്ങി നടക്കാനും ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ ഇത്ര നൂറ്റാണ്ടായിട്ടും ഒരുപാട് ജാതി ഈ ഭ്രാന്ത് മാറിയിട്ടില്ല, അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലുള്ള അതിശയങ്ങൾ ഇപ്പോഴും തുടർന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വേടൻ്റെ റാപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേര് അഖിൽമാരാടക്കം ഒരുപാട് വ്യക്തികൾ വന്ന് ഈ വേടൻ തന്നെ ജാതി ഉണ്ടാക്കുകയാണ്, വേടൻ തന്നെ പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടു. ഈ മധുവൊക്കെ വിഭാഗത്തിൽപ്പെടും. എന്നിരുന്നാലും ഇപ്പോൾ ഈ അടുത്ത ഈ ഒരു ഇരിങ്ങാലക്കുട കണിമുള ക്ഷേത്രത്തിലൊരു പൂജാരിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം, നേരിടേണ്ടി വന്നല്ല, നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരനുഭവമാണ് ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയ ചർച്ചയായത്. അതെന്താണെന്ന് ഒരു ബീന കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു അവിടുത്തെ എന്തോ പ്രസിഡൻറ്റിൻ്റെ വൈഫോ ആരോ അദ്ദേഹത്തെ പൂണൂലിട്ട പുലയൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് കുറേ ആൾക്കാരും ഇത് അധിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താണ് ആ സംഭാഷണ ശകലം നമുക്ക് കേൾക്കാം, എന്നിട്ട് പറയാം. ഞാൻ നമ്പൂരി ബിംബത്തുമ്മലേക്ക് പൂക്കൾ അർപ്പിക്കണവനാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവന് പറ്റിയ പേര് ഞാൻ പറയാത്ത എന്റെ നാക്കൊണ്ട് പറഞ്ഞ ആ പാപം ഞാൻ ഏൽക്കണ്ടല്ലോ എന്നിച്ചിട്ട് പൂണൂലുട്ട പെലയനാണവൻ, പൂണൂലുട്ട പെലയൻ. ഇരിങ്ങാലക്കുട വിനകൃഷ്ണന്റെ സന്ദേശം. അപ്പോൾ അത് ഈ ഒരു എന്താ പറയുക, പൂണൂലിട്ട പെലയൻ എന്നൊക്കെ പറഞ്ഞ വളരെ മോശമായിട്ട് രീതിയിൽ ആക്ഷേപിക്കുകയാണ്. അതായത് പ്രതിഷ്ഠ നരസിംഹസ്വാമിയാണ്. ഈ നരസിംഹസ്വാമി അവതരിച്ചത് എന്തിനാണ്? ഹിരണ്യാക്ഷിപുവിനെ കൊല്ലാൻ. ഹിരണ്യാക്ഷിപു ആരാണ്? അസുരൻ. ഈ അസുരൻ്റെ മകനായിരുന്ന പ്രഹ്ലാദനെ കൊല്ലാനാണെങ്കിൽ വിഷ്ണു ഭക്തി പോലും കൊല്ലാൻ ഒരുങ്ങിയപ്പോഴാണ് ഭഗവാൻ അവതാരം എടുത്തത്. ഈ അവതാരം എടുത്തപ്പോൾ ഇത് ബ്രാഹ്മണ ബാലനാണോ? ഒരിക്കലും അസുര ബാലൻ തന്നെയാണ്. ഇവിടെ ജാതി നോക്കിയിട്ടാണോ ഭഗവാൻ അവിടെ വന്നത്? അല്ല. പിന്നെ എന്തിനാണ് ഈ ഒരു ഇത് തിരിച്ച് ഈ ജാതി പൂണൂലിട്ട പോലെ ഈ ആക്ഷേപങ്ങൾ എന്തിന്? ഇനി ഇദ്ദേഹത്തിൻ്റെ ആ സത്യനാരായണൻ എന്ന് പറഞ്ഞ ആ പൂജാരിയുടെ വാക്ക് കുറിച്ച് കേൾക്കാം. അദ്ദേഹം എന്തൊക്കെയാണ്? ഈ റീസെൻ്റ്ലി ഒരു 2 മാസം മുമ്പ് വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റെടുത്ത ആ ഒരു സമയം തൊട്ട് തന്നെ ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ പുലയനാണോ പൂജ കഴിക്കണത്, അതേപോലെ കറുത്ത് പോയി എന്ന് പറഞ്ഞിട്ട് പുലയനാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം എനിക്കറിയില്ല. എനിക്കതിനോട് പ്രത്യേകിച്ച് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്നെ അങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ അമ്പലം കോവിലം വക അമ്പലമായതുകൊണ്ട് അത് അവർ തിരിച്ചെടുക്കണു. കാരണം നടത്തിപ്പിൻ്റെ എന്തോ പ്രശ്നം, അതുപോലെ പരാതികളൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോവിലകം തിരിച്ചെടുക്കണു എന്നുള്ള ഒരവസ്ഥ വന്നപ്പോൾ അതിൽ ഞാനും പങ്കാളിയാന്നുള്ള ധാരണയിലാണ് എന്നെയും ഇതിനകത്ത് ആ ഒരു പദമൊക്കെ ഉപയോഗിച്ച് അതുപോലെ സ്ത്രീ വിഷയങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ വ്യക്തികളൊക്കെ കൂടിയിട്ട് നമ്മൾ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയത്. ബ്രാഹ്മണ സമുദായത്തിലെ നേരത്തെ അനുഭവിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ പൂജ ഇട്ട് ഈ പുലയന്മാരൊക്കെ എന്തിനാണ് പൂജ ചെയ്യണേ? ഒരു കറുത്തവരെല്ലാം പുലയന്മാരാണോ? എന്തൊക്കെ രീതിയിലേക്കാണ് ഇദ്ദേഹത്തിന് ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. അതുതന്നെ ഇവർക്ക് NSS കരയോഗത്തിന് ചിലർക്ക് ഈ NS നായർ സംഘങ്ങൾക്ക് ചിലർക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു രീതിയുണ്ട്. അതായത് ഒരു ജാതി വിഷയം, ചിലർക്ക് അതാണ് ഈ കറുത്തവരെ കാണുക അല്ലെങ്കിൽ പുലയിൽ ജാതി കാണുമ്പോൾ ചിലർക്ക് ഇപ്പോഴും ഉണ്ട്, അനിഷ്ടം ഇപ്പോഴും ഉണ്ട്, ഒരു നിറനിക്ഷേപം. തീർച്ചയായിട്ടും ഇഷ്ടമാതിരി അനുഭവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിന് പൂജിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, അമ്പലത്തിൽ കയറാൻ പറ്റില്ല. ഇപ്പോഴും ആ ഒരു മാടമ്പിത്തരം ഇപ്പോഴും ഉണ്ട്. എന്നാലും തച്ചുടക്കേണ്ട സമയമായി. ഇനി ഈ പറഞ്ഞ പുലയൻ എന്ന് പറയുന്നത് ഈ പൂണൂലിട്ട് ഈ ബീനാകൃഷ്ണൻ NSS കരയോഗമുള്ള ആൾക്കാരും കൂടെ പ്രേക്ഷകരോട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ചോറ്റാനിക്കര ദേവീക്ഷേത്രം എല്ലാവർക്കും കേരളത്തിൽ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളൊന്നാണ്. ആ ക്ഷേത്രത്തിലെ വിഗ്രഹം ഒരു പുലയ സ്ത്രീയാണ് ആദ്യം തൊട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? അങ്ങനെ ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. അതായത് പുലയ അരിവാള് മൂർച്ച കൂട്ടിയപ്പോൾ അത് കല്ലിൽ തട്ടി മൂർച്ചപ്പോൾ ചോര വന്നു. അപ്പോൾ അവിടെ വന്ന
ആൾക്കാർ നോക്കിയപ്പോൾ ആ പുലയ സ്ത്രീയാണ് വാളുകൊണ്ട് ഇങ്ങനെ കാണിച്ചത്, മൂർച്ച കൂട്ടിയത്. ആ പുലയ സ്ത്രീയുടെ ദേഹത്ത് കൂടി ദേവി അരുൾപ്പാട് ചെയ്തു എന്നാണ്. എന്തുകൊണ്ടൊരു ബ്രാഹ്മണ സ്ത്രീയുടെ ദേഹത്ത് കയറി അരുൾപ്പാട് ചെയ്തില്ല? ഈ വെളുത്ത് നല്ല കസവൊക്കെ ചുറ്റി നടക്കുന്ന തമ്പുരാട്ടികളുടെ മേത്തോ എന്തുകൊണ്ട് ദേവി കയറിയില്ല? ദൈവങ്ങൾക്ക് ഒരു വേർതിരിവുമില്ല. ദേവി ഒരു നിമിത്തമായെന്ന് മാത്രം, ആ പുലയൊരു നിമിത്തമായെന്ന് മാത്രം. ആ സ്ത്രീയുടെ ശരീരത്തിൽ കയറിയാണ് ദേവി അരുൾപ്പാട് ചെയ്തത്. ഇനിയാണെങ്കിലും ഈ കൊടുങ്ങല്ലൂരിൽ ആരെയാണ് കോമരം തുള്ളാൻ വരുന്നത്? അതും ബ്രാഹ്മണരാരും അല്ലല്ലോ, അതൊരു പുലയ അങ്ങനെയുള്ളൊരു കാളി സങ്കല്പമാണ്. കാളി സങ്കല്പം ഒരിക്കലും ബ്രാഹ്മണ സ്ത്രീ അല്ല, ശിവൻ ബ്രാഹ്മണനെ അല്ല. ഭസ്മധാരി അത് ശ്രീകൃഷ്ണൻ ഇപ്പോഴും കറുത്ത നിറത്തിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഇടയൻ, അതായത് ഗോപാലൻ, കാലികളെ മേയ്ക്കുന്ന ഒരു ജാതിയുണ്ട്, ആ ജാതിയിൽപ്പെട്ടാണ്. എല്ലാ ദൈവന്മാർക്കും ജാതിയൊക്കെ ഉണ്ട്, പക്ഷെ അതെന്ന് വെച്ച് ഈ മറ്റു ബ്രാഹ്മണരൊക്കെ ഉയർന്നവർ ബാക്കിയുള്ളവരൊക്കെ താഴ്ന്നവരെന്നൊരു അർത്ഥവും ഇല്ല. നിങ്ങളൊക്കെ ഒരുപാട് സ്റ്റാറ്റസ് കേട്ടിട്ടുള്ളതാണ് വേദവ്യാസനും വാൽമീകിയുടെ പൂർവ്വകാലം. അവർ വാൽമീകി മഹർഷി പണ്ടൊരു കാട്ടാളനായിരുന്നു. അതിൽ നിന്ന് രാമനാമം ജീവിച്ച് രാമായണം എഴുതിയ വ്യക്തിയാണ്. കള്ളനുമായിരുന്നു. കൃഷ്ണദേവായൻ അത് മുക്കുവസ്ത്രീയുടെ മകനാണ്. അതായത് കറുത്ത നിറമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. കൃഷ്ണ എന്നുള്ള കറുപ്പ് എന്നർത്ഥം. ദ്വീപിൽ ജനിച്ച കൃഷ്ണദേവായൻ, വേദവ്യാസൻ, ഭഗവത്ഗീതയൊക്കെ എഴുതിയ വ്യക്തി. അദ്ദേഹം കറുത്ത നിറത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ഈ ജാതി വ്യവസ്ഥ ഇപ്പോഴും ഉണ്ടെന്ന് ഓർക്കുമ്പോൾ ഇവർക്ക് ഇതൊന്നും കാണുന്നില്ലേ? അതുപോലെ തന്നെയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം ഇപ്പോൾ വൻ സുരക്ഷയായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് വെടി പൊട്ടിയെന്നൊക്കെ കേൾക്കുന്നത്. ഇപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ തണുകിണ്ണൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഒരു പുലയുടെ നിമിത്തമാണ്. ഒരു പാട്ടുണ്ട്, പിന്നെ ഉണ്ണിമേനോൻ പാടുന്ന പാട്ട്, പുലയുടെ വാളിൻ തുമ്പിൽ രുധിരജല തേജോ ബീജം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പാട്ടുണ്ട്. അതും ഈ ചോറ്റാനിക്കര ദേവീക്ഷേത്രം ദേവി വിഗ്രഹം ഉണ്ടായതുപോലെ തന്നെയാണ്. അതേ പുലയുടെ വാള് മൂർച്ച കൂട്ടുന്ന രുധിരജലം ഉണ്ടായി എന്നാണ് അവിടെ ഐതിഹ്യകഥകൾ പറയുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഭഗവാൻ എപ്പോഴും ഒരു നിമിത്തമായിട്ട്, ഭഗവാൻ ഒരു വേർതിരിവുമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ജാതി ബാക്കിയും കൂടെ അദ്ദേഹം പറയുന്നത് കേൾക്കാം മതി. ഇതെന്തൊക്കെയാണ് ഈ ഇവിടെ നടക്കുന്നത്? ഇവർക്ക് ഇപ്പോഴും ജാതി ഭ്രാന്തുള്ളൂ. ഒന്നേ ആദ്യത്തിലോട്ട് നിങ്ങൾ ജാതി ഭ്രാന്തുള്ള അമ്പലത്തിലൊന്നും പോകാതിരിക്കും. അമ്പലം ആരുടെ അവകാശമൊന്നുമല്ല. ഇത്ര ജാതി ഭ്രാന്തുള്ളത് പോകാതിരിക്കുക തന്നെയാണ്. ദൈവം പോലും അവിടെ ഇല്ല. കാരണം ഒരിക്കലും ആ നരസിംഹസ്വാമി ക്ഷേത്രം ബ്രാഹ്മണന് വേണ്ടി അവതരിച്ചതല്ല, ഒരു അസുരപാലൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത്. ഇതൊക്കെ പറഞ്ഞാലും ചിലതിന് തലയിൽ കയറില്ല. മാടമ്പിത്തരം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത്ര നിയമചര്യകളൊക്കെ കർശനമായും നേരിടേണ്ടത് തന്നെയാണ്. ഇപ്പോഴും ജാതി വ്യവസ്ഥയൊക്കെ ഇല്ലാതായിരിക്കുകയാണ്, പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കും. പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. അതുപോലെ ഇതുപോലുള്ള വ്യക്തികളെയൊക്കെ അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുക, നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചുവിടുക. അതേ ഇപ്പോൾ പറയാനുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഞാൻ വ്ളോഗ് സൈനിങ് ഔട്ട്.